ഹലോ, ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണേ. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് ഒരു ചെയിനിൻ്റെ കോംബോ സെറ്റാണ്. 5 എണ്ണമുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് ഉണ്ട് 207 രൂപയാണ്. ഡിസ്കൗണ്ട് 73 രൂപയുണ്ട്. അത് കഴിഞ്ഞിട്ട് 134 രൂപയാണ് ഞാനിതിൻ്റെ പേയ്മെൻറ്റ് അടച്ചിരിക്കുന്നത്. ഈ എമൗണ്ടിന് ഇതെനിക്ക് വർത്തായിട്ട് തോന്നി. അതുകൊണ്ടാണ് ചെറിയ ചെറിയ സ്റ്റോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നല്ല ഭംഗിയിലാണ് ഇതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കളറൊന്നും പോവില്ല. ഞാനിതൊരു 5-6 തവണ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ പെൻഡൻറ്റ് ഡയമണ്ട് ഷേപ്പിലാണുള്ളത്. ഈ ഡയമണ്ടിൻ്റെ ഉള്ളിലും നമുക്ക് ചെറിയ ചെറിയ സ്റ്റോൺസ് കാണാം. ചെയിൻ അതേ സെയിം ഡിസൈൻ തന്നെയാണ്. എല്ലാത്തിനും തന്നെ ചെയിൻ ഒരേ ഡിസൈനിലാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഒരു പെൻഡൻറ്റിന് ഒരു മുത്താണ്, ഒരു വൈറ്റ് കളർ മുത്താണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് മാലയുടെ കൂട്ടത്തിൽ, വലിയൊരു മാലയുടെ കൂട്ടത്തിലിടാനോ അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്കിടാനോ ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പം ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് വരുന്നത്. ചെയിൻ ഒരേപോലെ തന്നെയാണ്, എല്ലാത്തിൻ്റെയും ചെയിൻ ഒരുപോലെ തന്നെയാണ്. അപ്പം ഇതുപോലെ മുത്തൊക്കെ, അതുപോലെ തന്നെ സെയിം കമ്മലും കൂടെ ഉണ്ട്. ഇപ്പം മുത്ത് വെച്ച ഒരു കമ്മലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് അല്ലായിരുന്നു. അപ്പം അങ്ങനെയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതാണ് നാലാമത്തേത് വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രം ചെയിനിന് ശകലം ഡിഫറൻസ് ഉണ്ട്. മറ്റേതിൻ്റെ പോലെ ഇടയ്ക്കൊരു നീട്ടമുണ്ട്. ഇതാണ് അതിൻ്റെ പെൻഡൻറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ചെയിൻ വരുന്നത്. വൈറ്റ് കളർ ഒരു സ്റ്റോൺ ആയിട്ടാണ് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത്. ചെയിനിന് മാത്രം ശകലം വ്യത്യാസമുണ്ട്. പിന്നെ ഇറക്കമൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് തന്നെയാണ്, നമ്മൾ ഇടുമ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് ഇറക്കത്തിലൊന്നും അല്ല കിടക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ 4 എണ്ണമേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. ആ കൊടുത്തത് ഒരു ലവ് ചിഹ്നത്തിൻ്റെ പെൻഡൻ്റാണ്. അപ്പോൾ അതും ആദ്യം കാണിച്ച പോലെ തന്നെ സെയിം ചെയിനിൽ വന്നിട്ട് അറ്റത്ത് പെൻഡൻറ്റിന് ഒരു ലവ് ചിഹ്നം, ആ ലവ് ചിഹ്നത്തിൻ്റെ അകത്തും ചെറിയ ചെറിയ സ്റ്റോൺസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിതിൻ്റെ കഴുത്തിലൊന്ന് ഇട്ട് കാണിക്കാം. ഇതുണ്ടോ, ഇതുപോലെ നമ്മളൊരു വലിയ മാലയുടെ കൂടത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴും അങ്ങനെ ഞാൻ സ്ഥിരം ഇട്ടുകൊണ്ട് നടക്കുമല്ലോ, പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇട്ടിട്ട് ഞാനിത് ഊരി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൂക്ഷിച്ചാൽ കുറച്ചധികം നാളും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം ഇങ്ങനെ മാലയുടെ കൂട്ടത്തിൽ ഇടാനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഇതുണ്ടോ ഒറ്റയ്ക്ക് ഇടാനാണെങ്കിലും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം കണ്ടോ, കറക്റ്റ് ഇറക്കത്തിലാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ചുരിദാർ ഇടുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് ഡ്രസ്സ് ഇടുകയാണെങ്കിലും അതല്ലെങ്കിൽ സാരി ഉടുക്കുകയാണെങ്കിൽ പോലും കറക്റ്റ് ഇറക്കത്തിനാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പുറത്തൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരെണ്ണത്തിന് 40 രൂപയെങ്കിലും ആവും. അപ്പോൾ അങ്ങനെ വെച്ച് കൂട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കിത് ലാഭം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.